മ്യൂസിക് ഡയറക്ടർ ആദ്യമായിട്ടായിരിക്കും ഡയറക്ടർ ആവണല്ലേ. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, അത് വളരെ വീറോടുകൂടി തിരിച്ച് ചാടി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് രതീഷ കുറച്ച് നാൾ കാണാനില്ലായിരുന്നു. ഇപ്പൊ വളരെ ഗംഭീരമായ ഒരു സിനിമയോടുകൂടി അദ്ദേഹം വരികയാണ്. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, രതീഷ സംവിധായകനാകുന്നു എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഒരാൾ സംവിധാനത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. കോക്ടെയിൽ എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങിയ സൗഹൃദമാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തു. ബ്യൂട്ടിഫുൾ ആണെങ്കിലും തൃശ്ശൂർ പൂരം എഴുതിയിട്ടുള്ളത് രതീഷാണ്. എൻ്റെ മ്യൂസിക് ഡയറക്ടർ ആവാൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്ടർ ആദ്യമായിട്ടായിരിക്കും ഡയറക്ടർ ആവണല്ലേ. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തിരുന്നു, പക്ഷേ ഇതിലേക്കാണ് നമ്മൾ വന്ന് ലാൻഡ് ചെയ്തത്. പക്ഷേ ഇതൊരു കുറച്ച് വലിയ സിനിമയായതുകൊണ്ട് ഇത് ആരെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയുടെ ക്യാപ്റ്റനെ തന്നെ നമ്മൾ വിളിച്ച് ജോയി ചായൻ സ്ക്രിപ്റ്റ് കേട്ടു. അപ്പം തന്നെ നമ്മളിത് ചെയ്യുന്നു ബ്രദർ എന്ന് പറഞ്ഞു. അപ്പോൾ ജോയി ചായൻ അങ്ങനെയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ സിനിമ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഓരോ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ സിനിമയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന സജഷൻസ് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിം തന്നെ ആയി മാറട്ടെ. വി ഹാവ് ഋതിക ഹിയർ, അമീറ ഹിയർ, പിന്നെ ഇതുപോലെ തന്നെ പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ നമുക്ക് കിട്ടിയിരിക്കണം. അതൊരു ഗംഭീര സിനിമയായി തന്നെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നല്ല നിമിഷം സമ്മാനിച്ച ജഗദീശ്വരനോടും ഈ സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു. നല്ലതായിട്ട് റിസർച്ച് നടത്തി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ് ടൈമല്ല. പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് കരിയർ ഉണ്ടായിരുന്ന ഒരാൾ, ഞാൻ അതിൽ നിന്നെല്ലാം ബാക്ക് ഔട്ട് ചെയ്ത് ഞാൻ പിന്നീട് ഒരു ഡയറക്ടറോട് പോലും ഒരു ചാൻസ് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്കിടയിൽ എൻ്റെ ഒരു കോൾ പോയിട്ടില്ല. ബിക്കോസ് ഞാൻ ഈ സിനിമയുടെ പുറകെയായിരുന്നു. അപ്പോൾ എല്ലാ സിനിമകളും എല്ലാവരും ചെയ്യുന്നത് ഒരുപാട് ഹാർഡ് വർക്കോട് കൂടി തന്നെയാണ്. നന്നാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാവരും, പല ടെക്നീഷ്യന്മാരും ഡയറക്ടർമാരും സിനിമകൾ ചെയ്യുന്നത്. അതുപോലൊരു പ്രാർത്ഥന നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ടാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഇതൊരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമാണ് ഈ ഫംഗ്ഷനിലുള്ളത്. നിങ്ങളെയും വന്ന എല്ലാവരും, മീഡിയ പ്രവർത്തകരെല്ലാവരെയും നമ്മൾ നമ്മുടെ ഒരു ഫാമിലി പോലെ കാണുകയാണ്. നിങ്ങളുടെയും സപ്പോർട്ട് ഈ ഒരു സിനിമയുടെ വിജയത്തിലേക്ക് ആയിട്ടുണ്ടാവണം. ബാക്കിയെല്ലാം സിനിമ സംസാരിക്കട്ടെ. നമുക്ക് നല്ലതായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ യാത്ര തുടങ്ങുകയാണ്. താങ്ക് യു. I am really excited to be a part of this film. I have wanted to be a part of Malayalam cinema actually ever since I debuted with Iridi Sutra, which was about 10 to 11 years ago. And fun fact, I just realized that I met Sir at the National Awards about 9 to 10 years back, and now we're meeting again for Operation Thrall. So I guess it was destined to happen for me. About Ratish sir, when I first spoke to him, I loved his energy on call. So I was always obviously a little nervous when I was approaching, my call with him for the first time. But he just kept saying, don't worry, we'll rock it. And that just made me feel so happy, and I'm so glad to see that he's so confident and vibrant in his energy. I also just found out that he's been working on this for about 4 years, and that this is his dream project. And I'm very happy to say that now it's my dream project too, and I'm so happy to be a part of this. Thank you so much guys for this lovely opportunity, and let's really rock it. Let's go. Thank you so much. Basically, when I started in Indian cinema, there was one thing everyone said, that the Malayalam industry has the best scripts, the best writers, the best directors, and some of the best actors. So I'm just so happy that I have an opportunity to work with such great talent, and yeah, let's make this pan-India and let's make this film big. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ സിനിമയിൽ മഴനീർ തുള്ളികൾ എന്ന് പറഞ്ഞ പാട്ട് ചെയ്ത മഹാനാണ് ഈ നിൽക്കുന്നത് ജയൻ. അതെ, ജയൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ഒരു ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ 3 പേരും ഒരുമിച്ച ഒരു സിനിമ, അത് 16 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ് രതീഷിനെ. കുറച്ചുനാൾ രതീഷെ കാണാനില്ല. അപ്പോൾ ഞാൻ രതീഷിൻ്റെ അടുത്ത് പറയുകയാണ്, നമ്മൾ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല,
അത് വളരെ വീറോടുകൂടി തിരിച്ച് ചാടി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് രതീഷ കുറച്ച് നാൾ കാണാനില്ലായിരുന്നു. ഇപ്പോൾ വളരെ ഗംഭീരമായ ഒരു സിനിമയോടുകൂടി അദ്ദേഹം വരികയാണ്. എന്തായാലും ജയനുമായിട്ടും കുറേ നാളായി വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ജയൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, രതീഷോടെ വർക്ക് ചെയ്യുന്നു, ജോബി സാറിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വളരെ സന്തോഷം. രാജ്യസ്നേഹം കുറച്ച് കൂടുതലാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ NIA-കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ഇതുവരെ ചെയ്യാത്തില്ല. ഈ പടത്തിനകത്തൊരു NIA-കാരനാണ്. ഒരു തോക്ക് തന്നാൽ ഞാൻ പലരെയും വെടിവെച്ചിടും മിക്കവാറും. അതിൻ്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ഭയങ്കര സൂപ്പർ ഹ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു. ഗോഡ് ബ്ലെസ്.